പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ളത് ഈ രാജാ സാബ് കണ്ടായിരുന്നു. ഈ ഒരു മൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് നല്ല ദുരന്തമായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല ടോപ്പ് ലെവൽ ദുരന്തമായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3 മണിക്കൂർ അപരാധം മാത്രമായിരുന്നു ഈ സിനിമ. ഈ സിനിമേനെ ഇതിന്റെ അപ്പുറത്തേക്ക് പറയാൻ എനിക്ക് ഒന്നുമില്ല. ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് ലെവൽ ദുരന്തമായിട്ടുള്ള ഒരു പടമാണ്. ഈ വർഷത്തെ ആദ്യത്തെ എന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നന്ദിയുണ്ട് പ്രഭാസെ. കാരണം മൂപ്പര് നല്ലൊരു നടനാണ്. മൂപ്പരെ കൊണ്ട് നല്ല രീതിക്ക് ഒരു സിനിമയെ പുൾ ഓഫ് ചെയ്ത് വരാനൊക്കെ പറ്റും. അത് നമ്മൾ ബാഹുബലിയിൽ കണ്ടതാണ്. ബാഹുബലിയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് പിന്നീട് പുള്ളിക്കാരന്റെ വർക്കായ സിനിമകൾ എന്ന് പറയുന്നത് കുഴപ്പമില്ലാന്ന് തോന്നിയത് കൽക്കിയാണ്. കൽക്കിയുടെ ക്ലൈമാക്സ് ഒക്കെ നൈസ് ആയിരുന്നു. ആ ഒരു സിനിമ കൊള്ളാം. ആൻഡ് സലാർ ഓൾസോ എനിക്ക് ഇഷ്ടപ്പെട്ടു. സലാറിന്റെ പ്രഭാസം മാത്രമല്ല പൃഥ്വിരാജും ആ ഒരു എൻ്റെ മൂവിയുടെ ആ ഒരു കോമ്പോസിഷൻ എല്ലാം കൂടി ഉണ്ടാണ് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതല്ലാതെ വേറെ ഒരു സിനിമ പോലും എനിക്ക് പ്രഭാസിന്റെ വർക്കായിട്ടില്ല. പണ്ട് റിബലും അതിന്റെ അപ്പുറത്തേക്കുള്ള സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബാഹുബലിക്ക് ശേഷം വലിയ ഹിറ്റ് എന്ന് പറയാൻ സിനിമകളൊന്നും ഇല്ല. ആകെ ഒന്നോ രണ്ടൊക്കെ ഉള്ളൂ. മൂപ്പർ ഇപ്പോഴും ബാഹുബലിയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. അത് ഈ സിനിമയിൽ എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് മൂപ്പർ ഇടിച്ച എല്ലാവരും വീഴണം. മൂപ്പര് മറ്റേ പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവതുല്യനായിട്ടുള്ള ഒരാളാണ്. ആ ലെവലിൽ നിൽക്കുന്ന ആളായിട്ടാണ് ഇപ്പോഴും മൂപ്പരെ കണ്ടിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ബാഹുബലി എന്ന സിനിമയിൽ അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള പാൻ ഇന്ത്യൻ റീച്ചുള്ള ഒരു നടനാണ്. അങ്ങനത്തെ ഒരു നടൻ ചെയ്തു വെച്ച 3 മണിക്കൂർ ദുരന്തമായിട്ടുള്ള ഒരു മൂവിയാണ് രാജാ സാബ്. വെറും ശോകം. സിനിമയിൽ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫില് പ്രഭാസിന്റെ അമ്മൂമ്മയുടെയും കുറെ ദുരന്തം സീക്വൻസ് ഉണ്ട്. അതായത് അമ്മൂമ്മ പാസം എന്നൊക്കെ പറഞ്ഞ എന്റെ മോനെ പാസം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ പിന്നീട് ഇവരൊരു ബംഗ്ലാവിൽ പോകും. അവിടെ പിന്നെ കുറെ നായികമാരും പാട്ടും അമ്മൂമ്മയും അമ്മൂമ്മയുടെ പാസും അപ്പൂപ്പനും അപ്പൂപ്പയുടെ പ്രേതവും അപ്പൂപ്പനായിട്ടൊക്കെ വരുന്നത് എന്റെ പൊന്നെ സഞ്ജയ് ദത്താണ്. എങ്ങനെയായിരുന്നു ആ മനുഷ്യൻ എന്നറിയാമോ? കോമഡി പീസ് ഇല്ലേ, കോമഡി പീസ് അതാണ് സഞ്ജയ് ദത്ത് സിനിമയിൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുപോലും ഒരു സീക്വൻസ് പോലും ഓക്കെ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയില്ല. ക്ലൈമാക്സ് സീക്വൻസ് എനിക്ക് തോന്നുന്നു ഏതൊരു ആനിമയിൽ നിന്ന് കോപ്പി അടിച്ചതോ അല്ലെങ്കിൽ ഏതൊരു ഹോളിവുഡ് മൂവി എടുത്തതാണ്. കാരണം പക്ക അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അതിന്റെ ഒരു എൻ്റയർ കോമ്പോസിഷനും അതിന്റെ എക്സിക്യൂഷനും ഒക്കെ വന്നിരിക്കുന്നത്. ഇയാൾ എന്ത് കണ്ടിട്ടാണ് സിനിമയ്ക്ക് ഓക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോരാഞ്ഞിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. എന്റെ മോനെ, ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, കോമഡി സീക്വൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, ഒന്നും. പ്രഭാസിന്റെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സലാറിലും മറ്റുള്ള മൂവീസിലും കണ്ടിട്ടുള്ളതായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് മൂപ്പയുടെ ആ ഒരു വേവ് ആക്ഷൻ ഒക്കെ. അത് എവിടെ ഈ സിനിമയിലില്ല. ആക്ഷനും ഇല്ല, സോങ്ങും ഇല്ല. എല്ലാത്തിലും മൂപ്പരെ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ്. മൂപ്പർക്ക് എന്തോ ഒരു ഇടയ്ക്ക് എന്തോ ഇഞ്ചുറി ആയിട്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയാ മൂവ്മെന്റ് ഉള്ള ഭാഗത്തൊക്കെ ലൂപ്പിനെ വെച്ചിട്ട് ഫേസ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ജസ്റ്റ് മൂവ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് സ്റ്റാൻഡ് ബൈ നിൽക്കുന്നതിൽ മൂപ്പര് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഫൈറ്റ് ആയാലും സോങ് ആയാലും മൂപ്പര് നിൽക്കും. ഈ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന സീക്വൻസിൽ തല വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് ദുരന്തം എന്ന് പറയാം അത് കാണാനായിട്ട്. ബോഡി ഒരു സൈഡ്, തല ഒരു സൈഡ്, എക്സ്പ്രഷൻ വേറൊരു സൈഡ്, ഇങ്ങനെ പോകുന്നത് മിക്ക സ്ഥലങ്ങളും. ആക്ഷൻ സീക്വൻസിലും അതുണ്ട്, സോങ്സിലുണ്ട്. സോങ്സ് ഒന്ന് രണ്ടല്ല, ഒരുപാട് സോങ് ഉണ്ട്. ഒരു സോങ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എവിടെ വെക്കാൻ പ്ലേസ് ഇല്ലാതുകൊണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പാട്ട്. അങ്ങനത്തെ പാട്ടിലൊക്കെ മൂപ്പരുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മൂപ്പരുടെ ലുക്ക് വേറെ എങ്ങോട്ടാ, ബോഡി വേറെ എങ്ങോട്ടാ പോകും. ബോഡിയുടെ മൂവ്മെന്റ് ഭയങ്കര സ്പീഡായിരിക്കും. പക്ഷെ തല ട്രാക്ക് ചെയ്ത ആ ഒരു മൂവ്മെന്റിൽ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കും. ഫൈറ്റിലും അതുപോലെ തന്നെയാണ്. ഫൈറ്റിൽ ബോഡി ഇങ്ങനെ കറങ്ങും, തല അനങ്ങാതെ ഒരു പൊസിഷനിൽ അങ്ങനെ ഇരിക്കും. ഓ, എന്ത് സീനാണെന്ന് അറിയാം അതൊക്കെ കാണാനായിട്ട്. പിന്നെ നായികന്മാര് അത്യാവശ്യത്തിൽ അധികം ഉണ്ട്. അത് പിന്നെ പറയുന്നില്ല ഞാൻ അതിനെ കുറിച്ച്. പ്രേത വീട്ടിലായാലും ശരി, ക്ലൈമാക്സിലായാലും എവിടെയായാലും മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ആയി നിൽപ്പുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. സിനിമയെ കുറിച്ച് വേറെ ഒന്നുമില്ല പറയാൻ. ലൈക്ക് 3 മണിക്കൂർ അപരാധം. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ എനിക്ക് ഒന്നുമില്ല. നല്ലൊരു നടനാണ് പ്രഭാസ്. അയാളെ കൊണ്ട് ഒരു എൻ്റയർ മൂവിയൊക്കെ പുൾ ഓഫ് ചെയ്ത് വരാൻ പറ്റും. പക്ഷെ ഈ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനേ പാടില്ല. 3-4 വർഷമൊക്കെ കൊണ്ട് ചെയ്ത സിനിമയാണ്. അതും എത്ര നല്ല കോടിയൊക്കെ മുടക്കി ചെയ്ത പടമാണ്. എന്തിന് VFX എന്ന് പറയുന്ന സാധനം ഈ സിനിമയിൽ പറഞ്ഞാൽ VFX ആർട്ടിസ്റ്റ് ചിരിക്കും. VFX എന്ന് പറയരുത് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ കുറച്ച് ഇവര് VFX എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു VFX ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് പിന്നെ മൊബൈൽ ക്യാപ് കട്ടിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത പോലെ തോന്നുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ലെയർ ബൈ ലെയർ ഇങ്ങനെ ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറെ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. VFX നമുക്ക് അറിയാം. നമുക്ക് ഓൾറെഡി ആ സീക്വൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് CG ആണ്. പിന്നെ അവിടെ CG എന്ന് എഴുതി കാണിച്ചിട്ട് അവിടെ കാണിക്കുന്ന കുറെ അപരാധങ്ങളുണ്ട്. ഓന്റെ പൊന്നെ, സഹിക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ. 1 മണിക്കൂർ 1.5 മണിക്കൂർ ആണെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ഓക്കെ ഫൈൻ ആയിട്ട് പോയനെ. ഇത് 3 മണിക്കൂർ ബോറടിച്ച് എങ്ങനെയെങ്കിലൊക്കെയാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വന്നത്. കാരണം പകുതിയിൽ ഇറങ്ങി വരണമെന്ന് തോന്നി. പക്ഷെ പൈസ കൊടുത്താണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ അടിപൊളിയാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫാന്റസി മോഡിലോട്ട് സിനിമ കടക്കുന്നുണ്ട്. ചിലപ്പോൾ പൊളിക്കും. ഫസ്റ്റ് ഹാഫ് ദുരന്തം മറന്നേക്കാന്നൊക്കെ ഇരുന്നപ്പോ ഫസ്റ്റ് ഹാഫ് ദുരന്തം ഒന്നുമല്ലാത്ത രീതിയിലാണ് സെക്കൻഡ് ഹാഫിലെ ദുരന്തങ്ങൾ വന്നിരിക്കുന്നത്. പീക്ക് ദുരന്തം. ഈ ഒരു എൻ്റയർ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ആയാലും ശരി, ടെക്നിക്കൽ സൈഡ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഒന്നുപോലും ആകെ കൊള്ളാന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആ ഒരു വിഷ്വൽ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഒന്ന് കളർഫുൾ ആയിരുന്നു. ബാക്കി എല്ലാം വൻ ഷോകുമായിരുന്നു. സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് അങ്ങനെ വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. ഒരു അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മയുടെ കുറച്ച് പാസം ഉണ്ട്. അമ്മൂമ്മ പണ്ടത്തെ ഒരു രാജകുമാരി ആയിരുന്നു. കുറച്ച് സ്വർണം കാണാനില്ല, ഇങ്ങനെ കുറെ പരിപാടി ഉണ്ട്. അതായത് നമ്മൾ പണ്ട് കണ്ട് മടുത്ത കേട്ട് മടുത്ത സ്റ്റോറി ഉണ്ടല്ലോ,
അത് തന്നെയാണ്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ മൂവി. സോ എന്തായാലും വൻ ദുരന്തമായിട്ടുള്ള ഒരു മൂവിയാണ് രാജാസാബ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒട്ടും വർക്കായില്ല. അത്ര ശോകമായിട്ടുള്ള ഒരു മൂവിയാണ്. ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.